ഹായ്. എനി പ്രോബ്ലം? ഈ ചെക്കിൻ്റെ ഡേറ്റിൽ തിരുത്തുണ്ടല്ലോ സാർ. അച്ഛൻ്റെ സിഗ്നേച്ചർ താഴെ ഉണ്ടല്ലോ. അതെ, പക്ഷേ തിരുത്തുള്ളിടത്ത് അക്കൗണ്ട് ഹോൾഡറുടെ സിഗ്നേച്ചറും കൂടി വാങ്ങാറുണ്ട് നമ്മൾ. അതെങ്ങനെയാണ് ശരിയാവുന്നേ? ഇതിപ്പോൾ സാറിൻ്റെ അക്കൗണ്ട് അല്ലല്ലോ. ഞാൻ അത്യാവശ്യം വന്നിരിക്കുക അവിടെ. എൻ്റെ അച്ഛൻ്റെ സിഗ്നേച്ചർ ഉണ്ട്, അതിൽ പൈസയുണ്ട്. എനിക്ക് അത്യാവശ്യം കാശ് വേണം. അതെ, പക്ഷേ ഇതിപ്പോൾ സാറിൻ്റെ അക്കൗണ്ട് അല്ലല്ലോ, അച്ഛൻ്റെ അല്ലേ. അതിന് അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രോബ്ലം ഉള്ളേ? കറക്ഷൻ വന്നാൽ സിഗ്നേച്ചർ വേണം. ഇല്ല, എനിക്ക് പൈസ വേണം, ഇപ്പം വേണം. എന്താ പ്രോബ്ലം? കറക്ഷനുള്ള ചെക്കാണ് സാർ. സാറേ, കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ആതൻറ്റിക്കേഷൻ കൂടെ വാങ്ങിക്കണം. വലിയ എമൗണ്ടാണ്, അതുകൊണ്ടാണ്. ദയവേത് സഹകരിക്കണം. അല്ല, അച്ഛൻ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് തന്നാൽ അതിലുള്ളൊരു പ്രോബ്ലം? സാറേ, കസ്റ്റമറുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് സെക്കൻഡറി ഓതൻറ്റിക്കേഷൻ വേണമെന്ന്. ഇതിൻ്റെയൊക്കെ വലിയ ഫ്രോഡ് നടക്കുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ബാങ്ക് പ്രാക്ടീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ പറ്റില്ല. ഓതൻറ്റിക്കേഷൻ ഇല്ലാതെ പറ്റില്ല സാർ. ഞാൻ നോക്കിക്കോളാം. സാർ, ഓതൻറ്റിക്കേഷൻ വേണം, അതുകൊണ്ടാണ്. ദയവേത് സഹകരിക്കണം. ഹലോ, റീജിയണൽ ഓഫീസില്ലേ? കിടക്കാറായില്ലേ? പാതിരാത്രിക്കാ വന്ന് കയറുന്നത്. വീട്ടിൽ വന്നാലെങ്കിൽ ഇയാൾക്ക് ബാങ്ക് കാര്യങ്ങളൊന്നും മാറ്റി വെച്ചൂടെ? എനിക്ക് വയ്യ ഉറക്കം കളയാൻ. ശല്യം. ചെക്ക് വേണം. 20,000 എഴുതി. അയ്യോ, അത് വേണം. I mean 20,000. എടുക്ക. നീ അവിടെ പോയിരിക്ക. ഈ ക്യാഷ് എപ്പോൾ കിട്ടും? ഒരു 10 മിനിറ്റ് ആവും. ടോക്കൺ വിളിക്കാം. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഞാൻ ഒന്ന് വലിച്ചിട്ട് വരാം. നീ അവിടെ ഇരി. ആരാ അത്? എന്താ പ്രശ്നം? അത് ഹസ്ബൻഡാ സർ. ഞങ്ങള് സാലറി എടുക്കാൻ വന്നതാട്ടോ. അപ്പോൾ അക്കൗണ്ടിൽ ആകെ ഉള്ളത് 25,000. പുള്ളിക്ക് 20 എടുത്തു കൊടുക്കണമെന്നാ പറയുന്നേ. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ ഈ മാസത്തെ ചെലവും മക്കളുടെ ഫീസും എല്ലാം കൊടുക്കാനില്ല. അറിയില്ല എന്ത് ചെയ്യണമെന്ന്. പക്ഷെ കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. മാഡം ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മാഡം പോയിരുന്നോളൂ കേട്ടോ. ശരി സർ. എന്തായി? വിളിച്ചില്ല. ഹലോ, ടോക്കൺ 10. അവിടെ പോയിക്കോളൂ, അവിടെ ചോദിച്ചാൽ മതി. ചെക്ക് പാസ്സായിട്ടില്ല. അതെന്താ ചേട്ടാ? അതെന്താ ചെക്ക് പാസ്സാവാത്തത്? ചേട്ടാ, ക്യാഷ് എന്താ തരാത്തെ? ചെക്ക് പാസ്സാക്കാതെ എന്താടോ? അതെ, നിങ്ങളുടെ അക്കൗണ്ടിൽ കാശില്ല. കാശില്ലേ? നീ പിന്നെ എന്താടി ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞേ? ക്യാഷ് ആടോ? ഒച്ച വെക്കരുത്. തന്നെ അടുത്ത് പറഞ്ഞത് എന്താടോ? ക്യാഷ് എവിടെ? പ്ലീസ്, അനാവശ്യമായിട്ട് ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ പോ. താങ്ക് യു. നീ പറയടാ, എങ്ങനെയുണ്ട് ബാങ്ക് ചെയ്തൊക്കെ? എങ്ങനെ പോകുന്നു? മടുത്തടാ. ബാങ്ക് വിട്ട് വേറെ വല്ല ജോലിക്കും പോണം. വിപ്ലവം സ്വപ്നം കണ്ട് നടന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ നിനക്കതിനുള്ള അവസരവുമുണ്ട്. ഇവിടെ നിന്റെ മുന്നിലെത്തുന്ന കസ്റ്റമേഴ്സ്, അവിടെ നീ കണ്ടെത്തുന്ന ആൾക്കാർ, അവരിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നീ വിചാരിച്ചാൽ ഉറപ്പായും സാധിക്കും. ഇതൊക്കെയല്ലേ വിപ്ലവം എന്ന് പറഞ്ഞ് നമ്മൾ ഇത്ര നാളും കൊണ്ടു നടന്നത്. ഒരു ബാങ്കിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് നമ്മുടെ സഹോദരി നളിനിയുടെ ജീവനെടുത്തത്. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്!
ഞാനിപ്പോൾ വരാം. അച്ഛൻ എങ്ങനെയുണ്ട്? അതേ കിടപ്പിലാണ്. ഇങ്ങനൊരു സമയത്ത് പറയുന്നത് ക്രൂരതയാണെന്ന് എനിക്കറിയാം. പിടിച്ചു നിൽക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയാ, നിനക്ക് ബാങ്ക് എക്സാം എഴുതിക്കൂടെ? നമുക്ക് വേണ്ടി മാത്രം. ചേട്ടാ, അവള് നല്ല കുട്ടിയാ. അതുകൊണ്ട് പറയാ, അവളെ നഷ്ടപ്പെടുത്തരുത്. സ്വയാശ്രയ കോളേജിൽ നഴ്സിംഗ് മാനേജ്മെൻറ്റ് കോട്ട. ഒന്ന്, ഈ കോളേജിന് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഇല്ല. ഭീമമായ ഫീസും കൊടുത്ത് അവസാനം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ കോളേജിൽ ഈ കോഴ്സ് പഠിക്കാൻ ബാങ്കിന് വിദ്യാഭ്യാസ വായ്പ തരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തന്നെ നാളെ കുരുക്കിലാവും. സാറേ, നിങ്ങളുടെ തറവാട്ടിന് തരാനല്ല പറഞ്ഞത്. തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇങ്ങനെ നാണം കെടുത്തരുത്. നമ്മുടെ ആരുടെയും തറവാട്ടിൽ നിന്നുള്ള പൈസയല്ല ബാങ്ക് വായ്പ. അർഹരായിട്ടുള്ള ഒരാൾക്കും ബാങ്ക് വായ്പ നിഷേധിക്കാറില്ല. വാടി. നിന്റെ പെങ്ങടെ ലോൺ റിജക്റ്റ് ചെയ്യുന്ന വെച്ചേ ബാങ്ക് ജോലിയൊന്നും അത്ര മോശമാകുന്നില്ല. നഷ്ടപ്പെടുന്നവരെ നഷ്ടങ്ങളുടെ വില നമുക്ക് പറഞ്ഞാൽ മനസ്സിലാത്തില്ല. അവൾ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നിനക്കിപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഈ ബാങ്ക് എക്സാം എഴുതുക എന്നുള്ളതാണ്. പിന്നെ നിന്റെ അച്ഛനുണ്ടാക്കി വെച്ച കടമൊക്കെ നമുക്ക് തീർക്കണ്ടേ? പിന്നെ നിന്റെ അനിയത്തിയുടെ കല്യാണം. നിനക്കൊരു നല്ല ജോലിയില്ലാതെ എങ്ങനെയാടാ? അല്ലേ തന്നെ നമ്മളീ പറയുന്ന സമത്വ സുന്ദര വിപ്ലവാനന്തര ലോകം, അതൊക്കെ ചിന്തിക്കാൻ കൊള്ളാം. ഇതിലൊക്കെ ഇപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവർ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം. നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിരിക്കട്ടെ, പോയ കാര്യം എന്തായി? ഇന്നലത്തെ ഞാൻ പോയിരുന്നു വീട്ടിലാ. വീടൊന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു കുടിൽ. അശ്വതിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അശ്വതിയെക്കുറിച്ച് സംസാരിക്കാൻ അമ്മ ഒട്ടും തയ്യാറല്ല. പിന്നെ അശ്വതിയുടെ അനിയനൊരുത്തനുണ്ട്. ഇവിടെ അടുത്തൊരു ജ്യൂസ് കടയിലാണ് ജോലി ചെയ്യുന്നത്. ചെറിയ പയ്യനാ. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്തും കാര്യം പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊട്ടും താല്പര്യമുള്ള വിഷയമല്ല. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അത്രയ്ക്ക് പ്രഷറാണ് മുകളിൽ നിന്ന്. അതുകൊണ്ടാണ് റിക്കവറിക്ക് നോട്ടീസ് അയച്ചത്. ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടേ നോക്കാം. അതല്ലേ കഴിയൂ. അല്ല എന്താ ചെയ്യുക? ഫേസ്ബുക്കിൽ അശ്വതിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്. മെസ്സഞ്ചറും ആക്റ്റീവാണ്. നമുക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആരുമില്ലേ? ശ്രീകുമാരി അമ്മ, ജപ്തി ചെയ്യാനൊരു നോട്ടീസ് ഉണ്ട്. ഇവിടെ ഒരു ഒപ്പിടൂ. സർ, യെസ്. സർ, ഞാൻ അശ്വതി. എഡ്യൂക്കേഷൻ ലോണല്ലേ? ടേക്ക് യുവർ സീറ്റ്. ഇരിക്കൂ. അത് പറയൂ. സർ അയച്ച മെസ്സേജ് കിട്ടിയിരുന്നു. അനിയനെ വന്ന് കണ്ടെന്നും അവൻ പറഞ്ഞു. പക്ഷെ അമ്മ... ജപ്തിയുടെ നോട്ടീസ് വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ അല്ലേ? അമ്മ പറഞ്ഞില്ലേ? അമ്മയ്ക്കത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല സർ. സി, ബാങ്ക് കേസ് കൊടുത്തതറിയാലോ. ഇതുവരെ ഒരിക്കൽ പോലും നിങ്ങൾ ഇവിടെ വന്നൊന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല. അച്ഛനെവിടെ?
അച്ഛൻ മരിച്ചുപോയി. ആകെ കഷ്ടത്തില സർ. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഓരോ തവണയും ഇവിടെ വന്ന് അവധി പറയാനുള്ള വിഷമം കൊണ്ടാ ഇങ്ങോട്ട് വരാത്തത്. എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോളേജിന്റെ അഫിലിയേഷൻ പോയി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയാൻ പറ്റത്തില്ല സർ. അതുകൊണ്ടൊന്നും ഒരു കുടുംബം പുലർത്താൻ കഴിയുന്നില്ല. അച്ഛൻ മരിച്ച ശേഷം അമ്മ ആകെ തകർന്നു പോയി. അമ്മയുടെ സമനില തെറ്റിയ അവസ്ഥയാ. ഇപ്പൊ ഈ ജപ്തി കൂടിയായ ഞങ്ങളെ കൊണ്ടത് താങ്ങാൻ പറ്റില്ല സർ. സുഖമില്ലാത്ത അമ്മയും കൊണ്ട് ഞാൻ തെരുവിലിറങ്ങേണ്ടി വരും. അടച്ചോളാം, അടക്കില്ലെന്നല്ല. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ മാനേജറോട് സംസാരിച്ചിട്ട് വിളിക്കാം. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നോക്കട്ടെ. വരട്ടെ സർ. പിന്നെ മാഡം, അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി? 1.5 വർഷമായി. ഓക്കെ. റിക്കവറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വീടെല്ലാം കയറി ഇറങ്ങുന്നതുകൊണ്ട് കുറേയൊക്കെ ഈ ആൾക്കാർ ലോൺ അടയ്ക്കുന്നു. തന്നെ സാറേ, ഞാനും അത് തന്നെ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു. നമ്മുടെ ആ എഡ്യൂക്കേഷൻ ലോണില്ലേ അശ്വതി, പുള്ളിക്കാരുടെ ഫയൽ നോക്കിയിട്ട് സാർ ഒരു ലയബിലിറ്റി ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്കത് ശരിക്കും മനസ്സിലായില്ല. അത് ഈ ലോൺ എടുക്കുന്നവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതറിയാമായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മളിതിൻ്റെ പുറകെ പൊല്ലാപ്പിനും നടക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. അതെന്താ സാറേ? ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കസ്റ്റമറിനെ കൊണ്ട് ഒരു ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കും. ലോണിന് ഈക്വലൻ്റായ ഒരു തുകയ്ക്കായിരിക്കും നമ്മൾ ഇൻഷുർ ചെയ്യുക. ലോൺ എടുത്തയാൾ എന്തെങ്കിലും കാരണവശാൽ മരണപ്പെടുകയാണെങ്കിൽ ഈ ബാധ്യത ഇൻഷുറൻസ് ക്ലെയിം കൊണ്ട് അടച്ചു തീർക്കാം. അങ്ങനെ ലോൺ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അശ്വതിയുടെ കേസിലും ഈ ലയബിലിറ്റി ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കേസ് ക്ലോസ് ചെയ്യാമല്ലോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അവരുടെ അച്ഛൻ മരിച്ചിട്ട് 1.5 വർഷം ആയെന്നല്ലേ പറഞ്ഞേ? അതെ. അവരാണ് ഇട്ട് ബാങ്കിൽ അറിയിച്ചിട്ടുമില്ല. ഇതാണേ 3 മാസത്തിനും ക്ലെയിം ചെയ്യേണ്ട പോളിസിയുമാണ്. ക്ലെയിം സബ്മിറ്റ് ചെയ്യേണ്ട സമയവും കഴിഞ്ഞു. ഇനി ഒരു വഴിയില്ല, നടക്കില്ല. ഇനി ഒരു വഴിയില്ലേ സാറേ? അടുത്ത ആഴ്ച കോടതി ജപ്തി എന്നല്ലേ പറഞ്ഞത്? സാറൊന്ന് വിചാരിച്ച ഒരു എക്സെപ്ഷൻ എടുക്കാൻ പറ്റില്ലേ? ഒരു സ്പെഷ്യൽ കേസായി പരിഗണിച്ചിട്ട് ക്ലെയിം മൂവ് ചെയ്തൂടെ? ബാങ്ക് അല്ല, LIC ആണ് ക്ലെയിം പാസ്സാക്കുന്നത്. സമയം കഴിഞ്ഞു പോയാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. സാർ ഏതെങ്കിലും ഒരു കൺവിൻസിങ് റീസൺ കൊടുത്ത് സ്പെഷ്യലായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്താൽ ചിലപ്പോൾ നടക്കും. ഒന്ന് ശ്രമിച്ചൂടെ? അവരുടെ ഒരു അവസ്ഥ സാറും കണ്ടതല്ലേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നടക്കുമെന്നൊന്നും അറിയില്ല. രക്ഷപ്പെടുവാണെങ്കിൽ ആ പെൺകുട്ടിയും കുടുംബവും രക്ഷപ്പെടട്ടെ. പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതി മറ്റൊന്നായിരുന്നു. ഒരു വിപ്ലവകാരുടെ മനസാക്ഷിയെ തച്ചുടയ്ക്കാൻ കാലത്തിന് മനസ്സ് വന്നില്ല. പകരം എൻ്റെ മനസാക്ഷിയെ കാലമുടച്ചു വാർത്തു. ചിലത് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. ലയബിലിറ്റി ഇൻഷുറൻസ് കിട്ടി. അവരുടെ ലോൺ ക്ലോസ് ചെയ്തു. അതൊരു മിറാക്കിൾ പോലെ തോന്നുന്നു. ഇൻഷുറൻസ് ക്ലെയിം കൊണ്ട് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്തു. നടപടികളും ഇതോടെ അവസാനിച്ചു. മാനേജറുടെ നല്ല വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി ചേർത്തു. There is no greater service on earth than relieving the sufferings of our fellow man. ഇന്ന് ഞാൻ സന്തോഷവാനാണ്, സംതൃപ്തനാണ്. എൻ്റെ വഴി ഇത് തന്നെ എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. കാലത്തിന് നന്ദി. I'm a banker. Proud to be a banker.